ഈ വീട്ടിൽ ആരും മോശക്കാരല്ല കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. അതാണ്ട് എണീറ്റ് പോയണ്ട എന്നെ കണ്ടപ്പോൾ. ഞാൻ കുറേ നേരം കൊണ്ട് പപ്പിയെ കാണാതെ പപ്പിയെ കിടന്ന് വിളിക്കുക. നോക്കിയപ്പം അവിടെ നിൽക്കുന്ന ഞാനൊന്ന് കണ്ട്. ഇപ്പം ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കൊണ്ട് എന്നെ കാണാതെ വന്ന് കൂട്ടി കിടക്കുക. കണ്ടോ? എന്നെ പേടിച്ചിട്ട് ഇതാണ് കണ്ടോ. അയ്യേ കയ്യും കാലും ദേഹമൊക്കെ കണ്ടോ മൊത്തവും മണ്ണിനകത്ത് പോയി. ഇതുപോലെ അവിടെ കുറേ മണ്ണ് കൂനി കൂടി കിടപ്പുണ്ടായിരുന്നു. ഇവിടെ ആരും മോശക്കാരല്ല. എനിക്ക് എങ്ങനെയൊക്കെ പണി തരാമോ അങ്ങനെയൊക്കെ എല്ലാവരും തരുന്നുണ്ട്. അതും വൈകുന്നേര സമയത്താണ് പണികളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്. ഇല്ല നീ എന്തിനാ കൂട്ടിക്കയറി? ഞാൻ കൂട്ടിക്കയറാൻ പറഞ്ഞില്ലല്ലോ പപ്പി, ഞാൻ കൂട്ടിക്കയറാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ കൂട്ടിക്കയറിയത്? നിനക്കെന്നെ പേടിയുണ്ടില്ലയോ? ഞാൻ വഴക്ക് പറയുമെന്നറിയാം. അതുകൊണ്ടല്ലേ ഞാൻ കാണാതെ വന്ന് കൂട്ടിക്കയറിയത്. പപ്പി ഇങ്ങ് ഇറങ്ങിയേ, ഇനി ഇറങ്ങിയെന്നേ വന്നേ. ഞാൻ അടിക്കത്തൊന്നുമില്ല. വാ വന്നേ ഇങ്ങോട്ട്. ദേഹം ഒന്ന് കഴിവട്ടെ. വാ ഇങ്ങോട്ട്. എനിക്ക് പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ദിവസവും. ഏകദേശം 1 മണിക്കൂറായിട്ട് പപ്പയെ പരിസരത്തും കാണുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ, മതിലും ഗേറ്റുമൊക്കെ ഉണ്ടായിട്ട് എങ്ങോട്ടും പോകത്തില്ലല്ലോ. അവിടെ കുറേ മണ്ണ് കിടപ്പുണ്ട് കുറേ. അവിടെ പോയി തപ്പുമായിരുന്നു. അതും കുളിപ്പിച്ചതിൻ്റെ പിറ്റേന്ന് എനിക്കിട്ട് തരുന്ന പണിയായത്. ഇന്നലെ അങ്ങോട്ട് കുളിപ്പിച്ചതേ ഉള്ളൂ. അവളെ ഞാൻ കുളിപ്പിക്കുന്നതിന്. ഇനിയിപ്പം ഷാമ്പു നമുക്ക് ദിവസം ഇടാൻ പറ്റുന്നത് മണ്ണായതിൻ്റെ കുഴപ്പമില്ല. എന്ന് ഇത് തന്നെ പരിപാടി കൊച്ചുങ്ങൾക്ക്. നിൽക്കുന്ന നിപ്പാക്കേ എന്നിട്ട് കൊച്ചമ്മ നിൽക്കുന്ന നിപ്പൊക്കെ ഇങ്ങോട്ടൊന്ന് മാറുമോ? ഒന്ന് കഴുകി എടുത്തോട്ടെ. മാറി കേട്ടോ. എന്തോന്നടേ അവിടെ കണ്ട് പോയി ചെടി കൊണ്ട് വന്നത് മുഴുക്ക. ഞാൻ കാണാതെ കയറി കൂട്ടി കിടക്കുമായിരുന്നു. വിളിക്കുക പപ്പയെ പപ്പയെ. ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ കൂട്ടിനകത്ത് കയറി കിടക്കും. നോക്കിയപ്പോൾ ദേഹം മൊത്തം ചെളി. അപ്പോൾ എന്നെ പേടിയുണ്ട്. എന്നെ പേടിച്ചിട്ട് കയറി കിടന്നതാ. പിന്നെ ഞാൻ പൊക്കി എടുത്തോണ്ട് വരുവാ കൂട്ടിനകത്ത് കയറി. കയറല്ല ഞാൻ തുടച്ചുതരാം വാ. ഞാൻ കയറി. കൂട്ടത്തിൽ അവരും കുളിച്ചു വന്നു. എന്നാ അവിടെ കേട്ടോ. ഇപ്പോൾ ഉണങ്ങട്ടെ. റോക്കി, എന്തെന്നെ പ്രശ്നം? നിൻ്റെ പ്രശ്നം പറ. എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ? ഇങ്ങനെ ഒന്ന് തുറിച്ച് നോക്കാനും മാത്രം അതെന്തൊക്കെ പറയുന്നല്ലോ. എന്താ പ്രശ്നം? എന്താ റോക്കി? ഉറക്കം വരുന്നോ? എന്നാ കൂട്ടി കയറി കിടന്ന് ഉറങ്ങിക്കോ. നിനക്ക് ഉറക്കം വരുന്നോ റോക്കി? റോക്കിയുടെ ഇരിപ്പൊക്കെ നല്ല രസമുണ്ട്. സുന്ദര കുട്ടപ്പന. ഇങ്ങോട്ട് കടാ റോക്കി. ഇങ്ങോട്ട് നോക്കടാ. മുമ്പ് ഇരുന്നോലെ നോക്കി. ഇറക്കാം. ഇങ്ങോട്ട് നോക്ക്. പോണ്ട റോക്കി വിടാ. നിന്നെ ആരും ഒന്നും എടുക്കുന്നവനെ. നിന്നെ ഞാനില്ലേ വിളിച്ചത്? പോവണ്ട. ഞാൻ വിളിച്ചു. റോക്കി വിടാ. റോക്കി ഇവിടെ വരാനെ. റോക്കി ഇവിടെ വാ. തൊടാതിരുന്നേ. റോക്കി ഇവിടെ വന്നേ. മസാജ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ നിന്ന് എന്നൊക്കെ തരുന്ന എനിക്കറിയാം. റോക്കി ഇവിടെ വന്നേ. എൻ്റെ അടിക്കാൻ വേടാ. റോക്കി ധർമ്മസങ്കടത്തിൽ. ഞാനാ നിന്നെ നോക്കുന്നത്. റോക്കി പുതിയൊരു വണ്ടി ഇട്ടിട്ടുണ്ട് അവന്. അവനിനി പുതിയൊരു വണ്ടി ഇട്ടിട്ടുണ്ട്. റോക്കി ആണെങ്കിൽ പിടിക്കരുത്. അവനത് ഇത് പുതിയൊരു വണ്ടി കേട്ടോ. ഇന്നിപ്പോൾ കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ്. അത് കണ്ടപ്പോൾ അവന് കേട്ടോ. എന്ത് പടം നോക്കട്ടെ. നീ വരച്ചേന്നോ? അല്ല, ഞാൻ എൻ്റെ കൈ വരച്ച. ലച്ചുവിൻ്റെ പടം നോക്കട്ടെ. നല്ലോണം കാണാൻ വയ്യ. ഇതിന് മുൻപേ പടം ഉണ്ടല്ലോ, അതും കൂടി കാണിച്ചേ. ഇത് വേറെ ഏത് പടം? ഇത് ഞാൻ ആദ്യം റോക്കി എന്ന് വരച്ചേ. ആദ്യം പേപ്പറിൽ വരച്ചു. ഇത് വരച്ചോണ്ടിരിക്കുന്ന പടം അല്ലയോ? ഇത് തന്നെ ഞാൻ വരച്ചത്. നോക്കട്ടെ. ബുക്കിലോട്ട് വരച്ചതാ ഞാൻ. ഇത് ഇതിലോട്ട് ഡ്രോയിങ് ബുക്കാണോ? കൊള്ളാവോ ഗൈസ്? ലച്ചു വരച്ച പടമാണ്. അവൻ ഈ പടമെല്ലാം അങ്ങനെ കണ്ട് ഉറക്കം വരുന്നു. അശത് കുളമായിപ്പോയി. അതും കൊള്ളാം. വേറെ ഒന്നും ഉണ്ടല്ലോ. വേറെ ഏതാ? ഇനി നമ്മുടെ റോക്കി ചായനൊന്ന് വരയ്ക്കട്ടെ. നോക്കട്ടെ. ലച്ചുവിൻ്റെ സ്വന്തം വരപ്പാണ്.
എനിക്ക് ഇത്ര വലിയ കഴിവുണ്ടായിരുന്നു. ഇത് എനിക്ക് ഇത്ര വലിയ കഴിവൊക്കെ ഉണ്ടായിരുന്നു. ഓ റോഗി നെഗളിക്കല്ലേ സ്വന്തം കഴിവിൽ ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ റോക്കി നെഗളിക്കണ്ട. രണ്ടുപേരോടും കൂടാ പറഞ്ഞത് കേട്ടോ. നിനക്ക് ഇച്ചിരി സൗന്ദര്യം ഉണ്ടെങ്കിൽ നെഗളി പൊണ്ട് റോക്കി. ഞാൻ നിന്നെ വിളിച്ചനൊക്കെ നീ എനിക്ക് വന്നില്ല. നീ ഇന്ന് രാത്രി പട്ടിണി കേട്ടോ കേട്ടാ. ആ റോക്കി റോക്കി കൂട്ടി കയറിക്കോ. റോക്കിക്ക് ഞാൻ കൊടുത്തോ. റോക്കി കൂട്ടി കയറിക്കോ. റോക്കി കൂട്ടി കയറിക്കോ. കൂട്ടി കയറാ റോക്കി. നീ എന്നടിക്ക് വന്നില്ലല്ലോ ഞാൻ വിളിച്ചപ്പോൾ അവ അടിക്കലിട്ടില്ലേ പോയെ. മസാജ് ചെയ്ത് കൊടുത്താൽ പിന്നെ അവിടെ നനങ്ങത്തില്ല ഇല്ലേ റോക്കി ചായ. കൂട്ടി കയറിക്കോ റോക്കി. ഇല്ലേ കൂട്ടി കയറാന്. ആഹാ അത് അനുസരിക്കത്തില്ലയോ. ചിരിച്ച് മയക്കൊന്നും വേണ്ട. ചിരിച്ച് മയക്കാനൊന്നും നോക്കണ്ട. കൂട്ടി കയറി റോക്കി ചായ. കിച്ചൻ്റെ കലാസൃഷ്ടി കളർ അടിച്ചോണ്ടിരിക്കും. പെൻസിൽ നീ ചൊറിയടാ. നീ ചൊറിയും. നീ ചൊറിയട്ടെ. നീയേ ഞാൻ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ. അതിനുള്ള ശിക്ഷ നീ ചൊറി. കയറിക്കോല റോക്കി കയറിക്കോ. നിന്നെ അയച്ചു വിടത്തില്ല. കയറിക്കോ. നീ കയറിക്കോ റോക്കി ചെയ്യാൻ കയറിക്കോ. ഞാനേ എൻ്റെ പെൺപിള്ളേരെ അയച്ചു വിടാൻ പോവാം. ഞാൻ എൻ്റെ പെൺപിള്ളേരെ അയച്ചു വിട്ടോളാം. അവർക്കേ ഉള്ളൂ എന്നോട് സ്നേഹം. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ല ഇല്ലയോ. കയറി കയറി. എന്നിട്ട് എൻ്റെ പെൺപിള്ളേരെ അയച്ചു വിട്ടോ ഞാൻ. നീ കയറിക്കോ. ഓ സൗന്ദര്യമുണ്ട് എൻ്റെ അഹങ്കാരം. റോക്കി റോക്കി സിംഹം കണ്ണടിച്ച് കാണിക്കുന്നു. ഇത് വേണ്ട റോക്കി. റോക്കിച്ചിനെ കാണാൻ നല്ല രസമുണ്ടോ. ഇത് നല്ല രസമുണ്ടോ. ഒന്നും കൂടി അങ്ങനെ ഞങ്ങളുടെ റോക്കിച്ചിന് ആരും ലൈക്കും കൊടുക്കത്തില്ല, കമൻറ്റും കൊടുക്കത്തില്ല. ഞങ്ങളുടെ റോക്കിച്ചൻ്റെ വീഡിയോയും ആരും കാണുന്നില്ല. എന്ത് ഇത്. ഞങ്ങളുടെ റോക്കിച്ചായനൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ ഇപ്പം. നിങ്ങളുടെ റോക്കി എന്നെയൊന്നും ആർക്കും ഇഷ്ടമല്ല ഇപ്പം. ആരും കാണുന്നില്ല വീഡിയോസ് ഇല്ലയോ.